പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സോളാർ പാനൽ ഫിറ്റിൻ്റെ ഭാഗമായിട്ട് സോളാർ പാനൽ വന്നിട്ടുണ്ട്. അത് ഞാൻ അൺബോക്സ് ചെയ്യാണ് കേട്ടോ. വാരിയുടെ 540 ഹാഫ് കട്ട് പാനലാണ്. ഇത് ആമസോണിലാണ് വാങ്ങിച്ചേക്കുന്നത്. ആമസോണിൽ എനിക്ക് വന്ന വില 23,900 ആയിരുന്നു അതിൻ്റെ റേറ്റ്. അപ്പം കാർഡ് ഓഫറൊക്കെ നമ്മൾ കാർഡൊക്കെ വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 1000 രൂപേൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 22,900 ആണ് 540ൻ്റെ 2 പാനലിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഫിറ്റ് ചെയ്യുന്ന ഇത് ജ്യേഷ്ഠൻ്റെ മകൻ തന്നെയാണ്. അവൻ പ്രൊഫഷണലായിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്ന ആളാണ്. ലൂമിനോസിൻ്റെ അതായത് ലൂമിനോസിൻ്റെ പ്രൊഫഷണലായിട്ട് സോളാർ പാനൽ ഫിറ്റ് കൊടുക്കുന്ന ആൾ. അവനതാണ് വർക്ക്. അപ്പോൾ അവനെ വിളിച്ച് വരുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെൽഡ് ചെയ്തൊക്കെ പിടിപ്പിക്കണമല്ലോ. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് ഇതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എടുത്ത് ഫിറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നല്ലത്. പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് മുകളിലേക്ക് പൊക്കിയെടുക്കുമ്പോഴേ. അപ്പോൾ നല്ല സ്ട്രോങ് പാക്കിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ വലിയ വണ്ടിയിലാണ് വന്നത്. നല്ല സേഫായിട്ട് സാധനം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 23,000 രൂപയ്ക്ക് നമുക്കൊരു 1000 വാട്ട്സ് 1050 വാട്ട്സാണ്. എത്രത്തോളം ഔട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഔട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് ശരിക്കും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ഹാർഡ് ബോർഡ് കൊണ്ടുള്ള നല്ലൊരു പാക്കിംഗ് ആണ്. നമ്മൾ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരോട് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു സംഖ്യ പറഞ്ഞിട്ടുണ്ട്. 1,40,40,000 1 kVക്ക് പറഞ്ഞിട്ടുള്ളത്. 1,40,000 1,20,000 എന്നോട് പറഞ്ഞിട്ടുള്ളത്. 2 ബാറ്ററി വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് എത്ര കറക്റ്റ് ചിലവാവുന്നു അത് നിങ്ങൾക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ 2-3 വീഡിയോ തരുന്നതാണ്. അടുത്ത വീഡിയോ ആണ് ഇത് ഫിറ്റ് ചെയ്യുന്നു, കണക്ഷൻ കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള MPVT കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്, കറക്റ്റ് അതിൻ്റെ ബില്ലും കാര്യങ്ങളും എനിക്ക് വന്ന എക്സ്പെൻസും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പാനൽ വരുന്ന വാരിയുടെ. ഹാഫ് കട്ടാണ്. സെൻട്രലൊരു കട്ടിങ് ഉണ്ടാവും. ഹാഫ് കട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഷെയ്ഡിങ് വന്നാൽ, അതായത് സാധാരണഗതിയിൽ ഒരു ഫുള്ളായിട്ട് ഒരു പാനലില്ലാതെ, അതായത് ഈ പാർട്ടീഷൻ അല്ലാത്തൊരു പാനലാകുമ്പോൾ ഏതെങ്കിലും ഭാഗത്തൊരു ഷെയ്ഡിങ് വന്നാൽ ആ പാനലിലെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഷെയ്ഡിങ് ഇല്ല കേട്ടോ. എനിക്കൊരു രീതിയിലും ഒരു ഷെയ്ഡിങ് വരില്ല, മരങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാഫ് കട്ടൊന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഒരു ഓഫറായ ഹാഫ് കട്ട് വാങ്ങിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ ഷെയ്ഡിങ് വന്നു കഴിഞ്ഞാൽ ബാക്കി പകുതി ഭാഗം വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതാണ് എൻ്റെ പ്രത്യേകത കേട്ടോ. ബാക്കി പകുതി, അതായത് 240-540 വാട്ട്സ് ഉണ്ടെങ്കിൽ 270 വാട്ട്സ് നമുക്ക് ഔട്ട് കിട്ടും ആ സമയത്ത് ഷെയ്ഡ് ഉണ്ടെങ്കിൽ. മറ്റേത് കംപ്ലീറ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, എന്നാലും അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തീരെ ഷെയ്ഡിങ് ഇല്ലാത്തവർ ഹാഫ് കട്ട് വെച്ചാലും അല്ല സാധാ മോണോബർക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ മോണോബർക്കും പോളി ഒക്കെ ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ എന്നാണ് ടെസ്റ്റ് ചെയ്ത് കൊടുത്തുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ പഴയ കുറച്ച് യൂസ്ഡായിട്ട് പോളി യൂസ്ഡൈൻ്റെ പാനൽ എവിടെ കിട്ടണം അത് വാങ്ങി വെച്ചാലും മതിയാവും. അതൊക്കെ ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ. പ്രൈസിൽ വല്ല ഹൈ മാറ്റം വരുന്നുണ്ട്, വലിയ ചേഞ്ച് വരുന്നുണ്ട്. ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ടെക്നോളജി വരുമ്പോൾ അതിന് പ്രൈസ് കൂട്ടി വാങ്ങിക്കുക എന്നുള്ള നമ്മളൊരു ബിസിനസ് തന്ത്രം കൂടിയാണല്ലോ. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ സെക്കൻഡ് ഹാൻഡ് പാനലുകൾ പോളിക്രിസ്റ്റലൈൻ കിട്ടുകയാണ് അത് വാങ്ങി വെച്ചാലും, ഒരു പാനൽ അധികം വെച്ചാലും നമുക്ക് ലാഭം അതായിരിക്കും. ഇത് 540 വാട്ട്സ് കറക്റ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കി വെച്ചതിന് ശേഷം പറയാം. ഇതാണ് ഇപ്പോൾ എൻ്റെ വീട് ഒരു ഫുള്ള് ഓട് വെച്ച് മേഞ്ഞ വീടായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഓട് പൊട്ടിച്ചിട്ട് ഞാൻ ഫ്രെയിം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. 35 കിലോ ഫ്രെയിമാണ്, അതായത് അയൺ പൈപ്പാണ്, സ്റ്റീൽ പൈപ്പാണ് എനിക്കിത് ആവശ്യം വന്നിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ വാങ്ങിച്ചിട്ട് ചെയ്യാവുന്നുള്ളൂ. ഒരു വെൽഡിങ്ങാറിനെ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളത്. വലിയൊരു കോംപ്ലിക്കേഷനൊന്നുമല്ല.
ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് ചെയ്തത്, കാരണം കുറച്ച് ഹൈറ്റിലാണിത്. രണ്ടാം നിലയിൽ കുറച്ചുകൂടി പൊക്കിയിട്ടാണ് കൊടുത്തത്, അതുകൊണ്ട് കുറച്ച് സ്ട്രോങ്ങിലാണ് ചെയ്തത്. 35 കിലോളം ഇരുമ്പാണ് എനിക്ക് ആവശ്യം വന്നിട്ടുള്ളത്. അടുത്ത വീഡിയോ ഉടൻ കാണാം. അതിൻ്റെ എല്ലാ അപ്ഡേഷനും അടുത്ത വീഡിയോ തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.